ഹലോ ഫ്രണ്ട്സ്, നല്ല വെയിലുള്ളൊരു ദിവസം നോക്കി ഞാനും മാത്തിനും കൂടി ഞങ്ങളുടെ ഗാർഡനിലേക്ക് ഇറങ്ങി കേട്ടോ. മിക്ക സ്കൂളിൽ പോയി ലേഡീസിന് ഇന്ന് ജോലിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൂടി നട്ടില്ലെങ്കിൽ അത് ആ വന്ന കൂമ്പൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവനെയും കൂടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതൊക്കെ ഒന്ന് നടണം, പിന്നെ നമ്മുടെ പച്ചക്കറിക്കൊന്ന് ഇത്തിരി വെള്ളം ഒഴിക്കണം, അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അവനെ ഞാൻ ഈ റോക്കറിൽ ഇവിടെ കൊണ്ടുവന്ന് ഗാർഡനിൽ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇരുത്തി. അവനാണെങ്കിൽ കാറ്റും വീശുന്നുണ്ട്, വെയിലുണ്ട്, അതിൽ കിടന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വെതറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തു വെച്ച പയർ. അപ്പോൾ ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ തന്നെ ഇതിലേക്ക് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ട്രെയിലൊക്കെ ഓരോന്ന് നട്ടിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഒന്നും മുളയ്ക്കാത്ത കാരണം എന്താ പറയുക, അതിൽ ഈ പയറങ്ങോട്ട് നട്ട് വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ ഓൾറെഡി മണ്ണുണ്ടായിരുന്നു, എടുത്ത് ഞാൻ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് ആണ് ഈ വിത്തുകൾ നിരത്തി അങ്ങോട്ട് വെച്ചു ഞാൻ. എന്നിട്ട് ഇങ്ങനെ ഇലയൊക്കെ വന്ന് കഴിയുമ്പോൾ മാറ്റി നടണമെങ്കിൽ മാറ്റി നടാം, ഇതുണ്ടാവുമല്ലോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ മാറ്റി നടണമെങ്കിൽ മാറ്റി നടാമെന്ന് കരുതിയിട്ട് നിരത്തി അങ്ങോട്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി ചെടികൾക്കും ഇതുപോലെ തന്നെ വെള്ളം ഒഴിക്കണം. ഇത് ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുന്നേ ഈ ചെടികൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ എന്നുള്ള രീതിയൊക്കെ ആകുമ്പോൾ എപ്പോഴും നനവും ഒക്കെ ഉണ്ടാവും ഈ മണ്ണിന്. അതുകൊണ്ട് നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ഉള്ളിയും ഒക്കെ ഉഷാറായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും മാത്തനും കുറച്ച് നേരം കൂടി ഗാർഡനിലിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ തണുപ്പൊക്കെ ഇത്തിരി കൂടുതലായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അവനധികം നേരം അവിടെ പുറത്തിരുത്തി കഷ്ടപ്പെടുത്തിയില്ല, നേരെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗാർഡനിലെ വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.